നൗഫൽക്ക് ഫോണിൽ വിളിച്ചിട്ട് വെച്ച് ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ അങ്ങനെ വെച്ചുകൊണ്ട് വണ്ടി എടുത്തിട്ട് നീ എന്നോട് പണിക്ക് വരുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്. അന്നേരം മൂപ്പർ പറയുന്നത് വെച്ചുകൊണ്ട് എൻ്റെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതെന്തായാലും നടന്നിട്ടേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെടുത്ത് പണിയെടുക്കുന്ന വീട്ടിലും എത്തിയിട്ടോ. അവിടെ എത്തിയ ഉടനെ നൗഫൽക്ക് അങ്ങ് കയറിയ ഉടനെ ഒരു നോട്ടം നോക്കിയ ഉടനെ നമ്മൾ നേരെ ഉള്ളിൽ പോയിട്ട് അളക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തുടങ്ങി. മൂപ്പർ അളക്കലൊക്കെ കണ്ടാൽ വിചാരിക്കും ഒന്നൊന്നര അളക്കലാന്ന്. അന്നേരം എൻ്റെ കൈമിൽ ഒരു പേപ്പർ അങ്ങ് തന്നിട്ട് എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് നീ ഇരിക്കും. ഞാൻ അന്നേരം തന്നെ കാക്കേ കൂടെ ഇവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനെ തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു വിശന്നു കരയുന്നു എന്ന് എഴുതിയ ഉടനെ മൂപ്പർ അത് കണ്ട് വായിച്ചിട്ട് വെച്ച് എവിടെ നാളെ എണീച്ച് വരുന്നതെന്ന്. ഞാൻ അന്നേരം തന്നെ പറഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങളല്ലേ ഞാൻ ഉറങ്ങുന്നേരം എന്നെ വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് എന്നിട്ട് ഇമ്മാതിരി വർത്താനം പറയുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോകാമെന്ന്. അന്നേരം എന്നോട് പറഞ്ഞു എനിക്ക് പറ്റിയ പണി അടക്ക വറുക്കാനുണ്ടെന്ന്. അങ്ങനെയെല്ലാം കൂടി അടക്ക വറുക്കാൻ വേണ്ടിയിട്ട് അടക്ക നീ വാന്ന് പറഞ്ഞിട്ട് എല്ലാ അടുക്കള ഇങ്ങനെ സഞ്ചിയിലേക്ക് ഇങ്ങനെ പെറുക്കി ഇടുന്ന സമയത്തുണ്ട് എൻ്റെ അടുത്ത് അനുസൊക്കെ വന്നിട്ട് പറയുന്നത് ഇതാ കുറച്ച് അടുക്ക ഇതെന്ന്. അങ്ങനെ അനുസൊക്കെ കുറച്ച് അടക്ക കയ്യിൽ ഇങ്ങ് ഇട്ടുക. അന്നേരമാണ് നൗഫൽക്ക പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കള ഭാഗത്ത് കുറച്ച് എന്തുണ്ട് അടുക്ക ഉണ്ടാവും പോയിട്ട് ഇങ്ങ് എടുത്തോന്ന്. അങ്ങനെ ആടുള്ള അടുക്കയും കൂടി എന്താക്കി നമ്മൾ ഇതിലും എടുത്തിട്ട് അങ്ങനെ ചട്ടിയിലും കുടുക്കയിലും എന്ന് പറയേണ്ട എല്ലാത്തിലും അടക്ക തന്നെ അതും കൂടി കൊണ്ടുവച്ചിട്ടതിന് ശേഷം നൗഫൽക്കാരൻ്റെ വണ്ടി കയറിയിട്ട് നമ്മളിങ്ങ് പോയി. അപ്പോൾ നിങ്ങൾ ചോദിക്കും പണി നടന്നിക്കോന്ന്. പണി ഒന്നും നടന്നിക്കില്ല. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.